ഒരൊറ്റെണ്ണം വന്നിട്ടില്ല. ഇതൊന്നും കാണാൻ ഇവിടെ ആരും ഇല്ലല്ലോ. വെറുതെ ശമ്പളം മേടിച്ച് വിഴുങ്ങാൻ വന്നിരിക്കുക വല്ലവലാദികള്. ചിലപ്പോ എല്ലാരും രാവിലെ കാപ്പി കുടിക്കാൻ പോയതായിരിക്കും. ഓ, അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും പിന്നെ ഉച്ചയ്ക്ക് ഉണ്ണാലോ. അതെ. പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് 3 മണിയാകുമ്പോ വീട്ടിൽ പോവാം. എന്ത് സുഖല്ലേ, ഒരു ജോലിയും ചെയ്യണ്ട. ഞാനതല്ല ആലോചിക്കണം, ഇതൊക്കെ ഇങ്ങനെ തുറന്ന് വളർത്തിട്ടിട്ട് പോയി ആരെങ്കിലും എന്തെങ്കിലും എടുത്തിട്ട് പോയി അവരറിയോ? ഇവിടുന്ന് എടുത്തോണ്ട് പോവാൻ വല്ല നിധിയും വെച്ചിട്ടുണ്ട് ഇവിടെ. ശരിയാ. എന്നാലും ഹലോ. വരും വരും വരും. എന്നും വരുന്നതിനെക്കാട്ടി ഒരു 10 മിനിറ്റ് താമസിക്കും. വിളിച്ചു പറഞ്ഞു. കറക്റ്റ് സമയം പറയുകയാണെങ്കിൽ ഒരു 12:30 കഴിയും. ഓ സാറേ, ഞങ്ങള് ശമ്പളത്തിന്റെ കാര്യം പറയാൻ വേണ്ടി. എന്താണ് ശബ്ദം വളരെ താങ്ങുവേ? നേരത്തെ എങ്ങനെയെന്നല്ല പറഞ്ഞേ, ഇത് വലവലാതി പിന്നെ ഇതിന് ശമ്പളം എന്തിനു തരുന്നത്, പിന്നെ എന്താ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. ഇല്ല പറഞ്ഞു അത് ഞാൻ കേട്ടു. സാറേ, ഞങ്ങക്ക് ശമ്പളം കിട്ടണില്ല. ശമ്പളം കിട്ടണില്ല. ഏത് സ്കൂളാണ്? KPP LPS. കേട്ടില്ല, അതാണ്. KPP LPS. അല്ല, നേരത്തെ പറഞ്ഞതിന്റെ അതേ ഓഡിയത്തിൽ കിട്ടണം. അതുകൊണ്ട് ഏത് സ്കൂള്? KPP LPS. എന്തൊരു ഭവ്യത. അതെ, സംഭവം എന്താന്ന് പറഞ്ഞാല്, നിങ്ങളുടെ സ്കൂളിലുള്ള സാറുമാർക്ക് എന്തിനാണ് ശമ്പളം? അത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന സ്കൂളാണ് നിങ്ങളുടേത്. ഇവിടുത്തെ AU ഒക്കെ ഇരിക്കപ്പുറതിയില്ല. നിങ്ങളെപ്പോലുള്ള സാറുമാർക്ക് ശമ്പളം കിട്ടായിരുന്ന പോരാ, നിങ്ങളെയൊക്കെ അങ്ങ് പിരിച്ചുവിടണം. വല്ലപ്പോഴൊക്കെ സ്കൂളിൽ കയറി പോകണം. ഇല്ലെങ്കിൽ ശമ്പളം മാത്രമല്ല, മറ്റു പലതും കുറയും. അയ്യോ സാറേ, ഞങ്ങൾ ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും സ്കൂളിൽ പോകാറുണ്ട്. വേണമെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൽ വന്ന് അന്വേഷിച്ചോ. അയ്യോ, ഞാൻ നിങ്ങളുടെ സ്കൂളിലോട്ട് വന്നിട്ട് അന്വേഷിക്കാം. ഇവിടെ നിന്ന് കസേരയിൽ നിന്ന് എണീറ്റിട്ട് നിങ്ങൾ പറഞ്ഞോണ്ടോ ഇല്ലെന്ന്. ഇല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു വിടും നിങ്ങൾ. സാറേ, ഞങ്ങൾ മുടങ്ങിയിട്ടല്ല ഞങ്ങൾക്ക് ശമ്പളം ഇല്ലാത്തത്. കുട്ടികൾ കാണൂല. എങ്ങനെ കുട്ടികൾ കാണും? നിങ്ങളുടെ കുട്ടികളെ എല്ലാം CBSE ICSE വിടണേ. അപ്പൊ കുട്ടികൾ കാണില്ല, അപ്പൊ ശമ്പളം കിട്ടൂല. സാറേ, ഞാൻ പറയണതൊന്നു കേക്ക്. ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല. ഇത് AEO ഓഫീസാണ്, മാരേജ് ബ്യൂറോ അല്ല. നിങ്ങളൊക്കെ കല്യാണം കഴിച്ചു വിടാൻ. കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും അഹങ്കാരമൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. കുട്ടികളില്ലാത്തതിന് തക്കതായ കാരണം കാണിച്ച് നിങ്ങൾ AEOക്ക് ഒരു അപേക്ഷ കൊടുക്കുക. അപ്പോൾ നിങ്ങളെ വേറെ എവിടെയെങ്കിലും അപ്പോയിന്റ് ചെയ്യും. അപ്പോൾ ശമ്പളമൊക്കെ കൃത്യമായിട്ട് കിട്ടും. സാറേ, ഞാൻ പ്രീ പ്രൈമറി സ്കൂളിലെ അധ്യാപികയാ. ഈ കൊച്ചു അവിടുത്തെ ആയേ. നിങ്ങൾ പ്രീ പ്രൈമറി സ്കൂളിലെ അധ്യാപികയാണോ? ഇത് അവിടുത്തെ ആയ? അയ്യോ, നിങ്ങൾക്കൊക്കെ ശമ്പളം കിട്ടും. അല്ല, കിട്ടും. എപ്പോ കിട്ടും? ഒരു മിനിറ്റ്. സാർ, ഇത് ഞങ്ങളെ കളിയാക്കണ പോലെ ഉണ്ട്. നിങ്ങളൊക്കെ വളരെ സഭ്യമായ രീതിയിൽ സംസാരിക്കുന്ന, സർക്കാർ ഓഫീസിൽ വന്നിട്ട് അവരെയൊക്കെ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ഡീൽ ചെയ്യുന്ന ആൾക്കാരല്ലേ. നിങ്ങളെങ്ങനെ ഞാൻ കളിയാക്കും? പരിപാടി ഞാൻ ഇവിടെ ചെയ്യാറേ ഇല്ല.